രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഗബ്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ശരിയാണ് എന്ന് പറയാതെ വയ്യ. മറ്റൊന്നുമല്ല, ആദ്യം ജിൻഡോയുടെ കാര്യം. ജിൻഡോ ക്യാമറയുടെ മുന്നിലൊക്കെ പോയിട്ട് അതുപോലെ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഒരു കോമഡി കണ്ടന്റ് പുറത്തു പോകാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ജിൻഡോ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്, നമുക്കും അറിയാം. പക്ഷേ അത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, നല്ല ഫണ്ണാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ നമുക്ക് ജിൻഡോയുടെ ആക്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ജാൻമണിയെ കുറിച്ച് പറഞ്ഞതാണ്. ജാൻമണിക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയാണ്. കാരണം അവർക്ക് പലതും പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയാതെ ഒരു ഫേക്ക് ഗെയിം ഇവിടെ കളിക്കുകയാണ്. റിയൽ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്തിട്ടാണ് അവരിവിടെ നിൽക്കുന്നത് എന്നാണ് ജാൻമണിയെ കുറിച്ച് പറഞ്ഞത്. അത് 100% ശരിയാണ്. ടാസ്കുകളിൽ വരുമ്പോൾ നേരത്തെ ഈ പറയുന്ന പവർ റൂമിലായിരുന്നപ്പോൾ ഒക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ മടിയാണ്, ഒരാളുടെ പേരെടുക്കാൻ മടിയാണ്. അയ്യോ ഇനി എന്ത് പറയുമോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവർ 100% ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗെയിമിനകത്ത് അവർക്ക് ജെന്യൂനായിട്ട് അവരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇനി മൂന്നാമത് പറഞ്ഞത് ശ്രീധുവിനെ കുറിച്ച്. അത് വെറുതെ ശ്രീധുവിൻ്റെ പേരെടുക്കാൻ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം മേക്കപ്പ് ഇട്ട് അത് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല വൃത്തിക്കൊക്കെ തന്നെയാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത്. ക്യാമറ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീ മത്സരാർത്ഥികളുടെ പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഇടും, മേക്കപ്പ് ഇടും, അല്ലെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടും. അതേ കാര്യം തന്നെയാണ് അവിടെ ശ്രീധുവും ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അതേസമയത്ത് നാലാമത് നോറയുടെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നോറ അവിടെ ഒറ്റപ്പെടൽ ഗെയിമിന് ശ്രമിച്ചു എന്നുള്ളത് തുടക്കം മുതലേ നമ്മൾ കാണുന്നതാണ്. തുടക്കത്തിൽ അത് തന്നെയായിരുന്നു അവരുടെ ട്രാക്ക്. പിന്നെ അതിൽ നിന്ന് മാറി വീണ്ടും ഇടയ്ക്ക് ആ ട്രാക്കിലേക്ക് പോകും. അപ്പോൾ ഈ ഒറ്റപ്പെടൽ ഗെയിം കളിക്കുന്നത് നോറയാണ്. അതൊരു ക്യാമറ അറ്റൻഷന് വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. 4 പേരെ പറഞ്ഞതിൽ 3 പേരുടെയും കറക്റ്റാണ്. നാലാമത്തെ ആളെ കുറിച്ച് പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ. സോ ഗബ്രിയുടെ ആ ഒരു വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.